Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay. നിങ്ങള് ഈ ഒരു ടോപ്പിക് ആണല്ലേ നമ്മൾ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. എന്താന്നുള്ള എടുക്കുന്നത് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് നടത്തിയത്. അപ്പൊ എല്ലാവരും തന്നെ ടോപ്പിക് എടുക്കുക. മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. എല്ലാവരുടെ കയ്യിലുണ്ടോ? Yes, ma'am. നമ്മുടെ പുതിയ ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ആണ്. ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. എന്നാലും എന്താ പറയുക, 1-2 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? അതെ, യൂണിവേഴ്സിറ്റി തന്നെയാണ്. എല്ലാവർക്കും ചാപ്റ്റർ 13 തന്നെയാണോ എന്ന് നോക്കുക. എനിവേ നിങ്ങൾ ചാപ്റ്റേഴ്സ് മാറി കിടക്കുകയാണെങ്കിലും മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ആ ഹെഡിങ് നോക്കി. ഓക്കെ, നമുക്കപ്പോ ക്ലാസ് തുടങ്ങാല്ലേ? എല്ലാവരും എടുത്ത് കാണാം. മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, വീടുകളിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും വേസ്റ്റ് ഉണ്ടാവും അല്ലെ. എന്തായാലും ഒരു സ്ഥാപനത്തില് വേസ്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വേസ്റ്റുകള് അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്താണ്, അത് മൂലം എന്തെങ്കിലും രോഗങ്ങളൊക്കെ പിൻപെടാനായിട്ട് സാധ്യതയുണ്ട്. ഇൻ കേസ് ഇതില് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ വില്ലേജ് വേസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഹോസ്പിറ്റലിലാവുമ്പോൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അണുക്കള് ആ വേസ്റ്റിലൊക്കെ അണുക്കള് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം അണുബാധയൊക്കെ പിടിപെട്ട് വല്ല സാംക്രമിക രോഗങ്ങൾക്കൊക്കെ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ എന്ന് പറയുന്നത് വേസ്റ്റ് ഒരുപാട് ബൾക്കി, ഒരുപാട് എന്താ പറയണ, ഒരു വലിയ വേസ്റ്റ് ഒന്നും വേണമെന്നില്ല. ഒരു ചെറിയ രീതിയിലുള്ള വേസ്റ്റുകൾ ആയാൽ മതി. ചിലപ്പോ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ നിങ്ങൾ? എന്തോരം പേര് എടുത്തോന്നൊന്ന് പറയാമോ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഞാൻ ഈ പല ക്ലാസ്സിൽ എടുക്കുന്നത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ബ്ലഡ് ആൻഡ് സ്റ്റെപ്സ് വരെ അല്ലേ? ഓക്കെ സ്റ്റെപ്സ് വരെ. ഓക്കെ, ഞാനത് അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. എന്തോരം വരെ എന്നുള്ളത് ഇതിലേക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്, എന്തായാലും ഏത് ക്ലാസ് ആണ്, ചിലവരൊക്കെ പുതിയത് ഉണ്ടാവുമല്ലോ. അപ്പൊ വില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് അതിലേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ്. എന്തായാലും നിങ്ങൾ പുതിയതായിട്ടാണെങ്കിലും എടുത്ത് തുടങ്ങിയാണെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ആരെങ്കിലും പുതിയത് കയറിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലില് ആദ്യം മുതലേ പറയാനായിട്ടുള്ള ഒരു, നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കാനായിട്ടാണ് ആദ്യം മുതലേ പറയുക എന്ന് പറയുന്നത്. എന്താ പറയുക, 3 മന്തിനുള്ളിൽ നമുക്ക് എക്സാം നടത്തണം അല്ലെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഓക്കെ, ഞാൻ അത് ജസ്റ്റ് എന്തായാലും പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കാത്തവരാണ് എങ്കിൽ എന്റെ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഒന്ന് നിങ്ങൾ കേൾക്കുക. പക്ഷെ ആദ്യം മുതലേ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗ്യാപ്പാവും. അതായത് നമ്മുടെ മാസത്തിനുള്ളിൽ അല്ലെ 3 മന്തിനുള്ളിൽ എക്സാം ഇനിയും ചാപ്റ്റർ എടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവുമല്ലോ ഓരോ ക്ലാസ്സിൽ, ഒരു ഗ്യാപ്പ് വന്നത് കൊണ്ട് മനസ്സിലാക്കുക. ഹോസ്പിറ്റലസ് വില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ വേസ്റ്റ് ഒന്നും വരണമെന്നില്ല. ചെറിയ രീതിയിലുള്ള വേസ്റ്റ് വന്നാലും അതിലൂടെ അണുക്കള് കാരണമായിട്ട് അല്ലെ രോഗാണുവായിട്ട് വർദ്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അത് ഫ്ലൂയിഡാവാം, രോഗിയുടെ ബോഡി പേഷ്യൻസിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഫ്ലൂയിഡ് വഴിയാവും. അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡിന്റെ ഒരു ചെറിയ വേസ്റ്റോ. സ്പിൽ എന്ന് പറയുമ്പോൾ ഓവർഫ്ലോ, അതായത് നമ്മൾ എന്തെങ്കിലും പകർത്തി കൊണ്ട് പോകുന്ന ടൈമിൽ അത് നിറഞ്ഞു തുളുമ്പി പോകുന്ന അവസ്ഥയിൽ ഏതെങ്കിലും വേസ്റ്റ്, ചെറിയ രീതിയിലുള്ള ലിക്വിഡ് വസ്തുക്കളാണെങ്കിൽ കൂടി ആ ലിക്വിഡിൽ എന്തുണ്ടാവും, വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഹോസ്പിറ്റലാകുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.
അതിന്റെ കുറെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു പോയത്. അതിൽ ഇൻഫെക്ഷനും കെമിക്കൽ എക്സ്പോഷറും ഇഞ്ചുറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ, അതായത് വരാൻ സാധ്യതയുള്ളത്, ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. സോഴ്സ്, ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതിലാണ് നമ്മൾ മെഡിക്കൽ പ്രൊസീജിയർ, ലബോറട്ടറി ടെസ്റ്റിങ്ങും അതേപോലെ പേഷ്യന്റ് കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാബിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിന് വിധേയമാക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെറുതാണെങ്കിലും അതിലൂടെ എന്താണ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കുറച്ച് സോഴ്സുകളെ നമ്മൾ പഠിച്ചു. തന്നെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, അതായത് പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിന്റെ എന്താ പറയുക, ഇത് ടൈപ്സിന്റെ നിങ്ങൾ അത്രയും ഇതിൽ നിർത്തേണ്ട കാര്യമില്ല, കാരണം ഓരോ ടൈപ്സ് വീണ്ടും വരുന്നുണ്ട്. മാനേജ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ അധികം എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, നമ്മൾ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് പറഞ്ഞത്. ദെൻ സ്റ്റെപ്സിൽ എന്താണ്, എങ്ങനെയാണ് ഇതെല്ലാം വരുന്നത്, അല്ലെ ലീക്കേജ് വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്താലാണ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് സ്റ്റെപ്സിൽ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. തുടങ്ങിക്കോട്ടെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാലോ. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോകണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ ഇത്തിരി ഗ്യാപ്പാണെങ്കിലും ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്താണ് എന്നുള്ളത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സ്റ്റെപ്സ് പറഞ്ഞില്ലേ? ഇല്ല. ഓക്കെ എന്നാ സ്റ്റെപ്സ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ലീക്കേജ് വേസ്റ്റ്. ഓക്കെ, എന്താണ്, അതായത് കുറച്ച് ഉള്ളോ എന്ത് നമ്മളുടെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ താഴെ വരുന്ന പറഞ്ഞ് നിർത്തി, അല്ലെ? സ്റ്റെപ്സ് തുടങ്ങി നമുക്ക് എടുക്കാറുണ്ട്. നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ടൈപ്സ്. നിങ്ങൾ ബോധേഡാവണ്ട, കാരണം ടൈപ്സിനെ കുറിച്ചിട്ട് വീണ്ടും വരുന്നുണ്ട്. ടൈപ്സ് ഇവിടെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, സ്പില്ലേജ് വേസ്റ്റ്, അങ്ങനെ ഓരോന്നിനെയും വീണ്ടും നല്ല ഒരു എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ടൈപ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട, അത് ബോധരാവണ്ട, അത് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇതുപോലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തന്നെ ഓരോ ഹെഡ്ലൈൻ ആയിട്ട് വരുന്നുണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി സ്പില്ലേജ് വേസ്റ്റ്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, അതിന് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ്, റേഡിയേഷൻ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, അങ്ങനെ ഓരോന്നും എന്താ പറയുക നന്നായിട്ട് വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് ജസ്റ്റ് പോയിന്റ്സ് മാത്രമാണ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കപ്പോ സ്റ്റെപ്സ് തുടങ്ങി തന്നെ കണ്ടിന്യൂ ചെയ്യാം, കാരണം വീണ്ടും ടൈപ്സ് വരുന്നത് കൊണ്ടാണ് വീണ്ടും പറയാത്തത് കേട്ടോ. ഓക്കെ, ലീക്കേജ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ കഴിഞ്ഞിട്ട് സ്റ്റെപ്സുകൾ വരെയാണ്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്, ആസ് ഇറ്റ് ക്യാൻ ഹാവ് സീരിയസ് ആഫ്റ്റർ എഫക്ട് ഇഫ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർ. അതായത് നമുക്കറിയാം, വേറെ എവിടെയുള്ള വേസ്റ്റിനേക്കാളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വേസ്റ്റ് ആണ് എവിടെ, നമ്മുടെ ഹോസ്പിറ്റലിൽ. കാരണം അവിടെ വരുന്ന പേഷ്യൻസ് എല്ലാം എന്താണ് അൺവെല്ലായിരിക്കും, മിക്കവാറും രോഗബാധിതരൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അവരുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകളിലും എന്താണ് ചെറിയൊരു തോതിലുള്ള അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ വേസ്റ്റ് ഇത് എത്രത്തോളം ചെറുതാണെങ്കിൽ കൂടി അത് ചിലപ്പോൾ ലിക്വിഡ് പോലെ ഒരു ചെറിയൊരു ഇതായിരിക്കാം, എന്തെങ്കിലും ലീക്കേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ ഡ്രസ് ചെയ്തതിന്റെ വേസ്റ്റോ എന്തെങ്കിലും ചെറിയതാണെങ്കിൽ കൂടി അതിലെന്താണ് രോഗാണുക്കൾ നിറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടുണ്ടായിരിക്കണം, ഹോസ്പിറ്റലിലെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കണം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് is one of the important aspect of waste management in hospitals, as it can have serious after effect if not managed properly. നന്നായി തന്നെ മാനേജ് ചെയ്തില്ല എങ്കിൽ വളരെയധികം ഭവിഷ്യത്തുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. ഇനി സ്റ്റെപ്സ് പറയുകയാണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്? To manage leakage waste in hospitals, the following steps can be followed. സാധാരണയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന സ്പില്ലേജ് വേസ്റ്റിന് ഈ താഴെ പറയുന്ന സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്.
ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് നമുക്കൊരു ലീക്കേജ് സംഭവിച്ചു അല്ലെ, സ്പില്ലേജ് സംഭവിച്ചു. ചിലപ്പോ ആണെങ്കിൽ നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എന്താ പറയുക രോഗിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കട്ടിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഒന്ന് പെട്ടെന്ന് അല്ലെ ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ അത് കറക്റ്റ് പ്ലേസിലേക്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അതൊന്ന് വഴുതി താഴെ വീഴാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പൊ എന്താണ് അത് രോഗാണുക്കൾ നിറഞ്ഞൊരു ഭാഗം എടുത്ത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ആ സിസേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സിസേഴ്സിൽ എന്തുണ്ടാവും, ആ ഒരു ഇതിൽ എന്തുണ്ടാവും, ആ പറ്റി പിടിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും രോഗാണുക്കളെല്ലാം. അത് താഴെ വീഴുമ്പോൾ എന്താണ്, അത് രോഗാണുക്കൾ താഴെയും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അതേമാതിരി തന്നെ ഇപ്പോ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ബ്ലഡോ യൂറിനോ എന്തെങ്കിലും ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിധേയമാക്കുമ്പോൾ ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് അത് അവിടെ സ്പ്രെഡായി പോയി. അപ്പൊ അവിടെ എന്താണ്, അതിലൂടെയും രോഗാണുക്കൾ അവിടെ സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലീക്കേജ് എന്ന് പറയുന്നത് ചിലപ്പോ ഏതെങ്കിലും ഒരു പ്ലേസിൽ ചിലപ്പോൾ സംഭവിക്കാം. ചില ലീക്കേജ് ഇപ്പൊ കെമിക്കൽ ലീക്കേജ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ ഒരു തെർമോമീറ്റർ അത് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, അതിലൊരു കെമിക്കൽ ഉണ്ട്, മെർക്കുറി ഉണ്ട്. ആ മെർക്കുറി അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അതെന്താണ്, ഒരു തരത്തിലുള്ള കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലൊരു ശ്രദ്ധയോടുകൂടി അല്ലെ, ജ്വല്ലറിയൊക്കെ ഉണ്ടെങ്കിൽ ആ ജ്വല്ലറിയൊക്കെ ചിലപ്പോ അതുമായിട്ട് പ്രവർത്തിച്ച് ആ ലോകം പ്രവർത്തിച്ച് വേറെ രീതിയിലായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ആ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണോ ലീക്കേജ്, ആ ലീക്കേജ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആദ്യം തന്നെ എന്താണ് ഉണ്ടായിരിക്കുന്നത്, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ആ പ്ലേസിൽ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. Hospital should prepare a plan in place for responding to leakage, which identify the type of spillage, evaluate the risk, and carry out apt measures to contain and clean up the leakage. അതായത് അവിടെ ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. അത് എത്രത്തോളം ഉണ്ട് അല്ലെ, അതിന്റെ ആ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് എവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ വിലയിരുത്തേണ്ടതുണ്ട്. അതിന് ക്യാരി ഔട്ട് ആക്ട് മെഷർ, അത് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ട്, അത് നല്ല രീതിയിൽ അല്ലെ നമുക്കത് കൈകാര്യം ചെയ്തിരിക്കണം. ആ വേസ്റ്റ് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ അത് എത്രത്തോളം ഭാഗത്ത് വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. ദെൻ എന്താ പറയുന്നത്, ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. അങ്ങനെ അത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ആപ്റ്റ് കണ്ടെയ്ൻമെന്റ്, അതായത് ക്ലീൻ ചെയ്യേണ്ട വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തന്നെ അത് ആ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഉണ്ടായിരിക്കേണ്ടത്, ഒരു എന്താ പറയുക റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇവരെ പോയി എന്താണ് ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത്, ആ ലീക്കേജ് എത്രത്തോളം ഉണ്ട്, എന്തിന്റെയാണ് ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത്, അതെങ്ങനെ അത് എത്രത്തോളം സംഭവം ഉപയോഗിച്ച് അത് വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് ആ ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതായത് അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, അത് എത്രത്തോളം എന്തോരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അത് കൈകാര്യം ചെയ്യണം, ആ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ, ക്ലിയർ ആയി പോകുന്നില്ലേ? അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നെക്സ്റ്റ്, പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അതിലെന്താ നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇന്ന ഒരു സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്തെടുക്കുക, അത് മൊത്തത്തില് അവിടെ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ് സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. അതായത് നമുക്കറിയാം ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അണുക്കൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ എന്തായാലും വിലയിരുത്തേണ്ടത്. അപ്പൊ കൃത്യമായിട്ടുള്ള മാസ്ക് ഒക്കെ ധരിച്ച് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് അതേമാതിരി തന്നെ അത്രയും അണുക്കളെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ അവിടെ അബ്സോർബ് ചെയ്യണം അല്ലെ, ആഗിരണം ചെയ്ത് ആ അണുക്കളെ എല്ലാം വലിച്ചെടുത്ത് അവിടെ ക്ലീൻ ചെയ്തെടുക്കണം ആ ഭാഗം. അപ്പൊ അതിന് പറ്റിയ കറക്റ്റ് ആവശ്യമായിട്ടുള്ള എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ടുള്ള പാഡുകളെല്ലാം അവിടെ യൂസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് അവിടെ കൊടുക്കണം. ചിലപ്പോൾ ചില മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത്രയും വസ്തുക്കളൊക്കെ അത്രയും അണുക്കളെയൊക്കെ ചിലപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. എന്താണോ എന്ത് എക്യുപ്മെന്റ്സ്, ചിലപ്പോൾ മോപ്പ് പോലെയുള്ള സാധനങ്ങൾ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്യാനായിരിക്കും. അപ്പൊ എന്താണോ അവിടേക്ക് വേണ്ടിയത് ആ കറക്റ്റ്
എന്താണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്യുപ്മെന്റ്സ് അവിടെ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതാണ് അവിടെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. Okay, hospitals should issue proper equipment for spillage response, such as absorbent pads, gloves, gowns, and mask. ഇപ്പോൾ നേരത്തൊക്കെയാണെങ്കിലും അണുക്കള് വന്ന് പറ്റി പിടിക്കാനല്ലേ കൈകാര്യം വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നേരത്തൊക്കെ പറ്റി പിടിക്കാനുള്ള സാധ്യത കൊണ്ട് ഉണ്ടായെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഗവൺസുകളൊക്കെ ധരിച്ചിട്ടായിരിക്കണം ആ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പോകേണ്ടത്. Next, train staff in a leakage response. All hospitals staff should be given training on how to respond to leakage and how to use leakage response equipment. നമുക്കറിയാം ഇപ്പൊ ചിലപ്പോ എന്താ പറയുക ചില സാഹചര്യങ്ങളിൽ ചിലപ്പോ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഓപ്പറേഷൻ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വേസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓപ്പറേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ആ ഒരു പ്രവർത്തനം അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കേസ് അങ്ങനെ വരുമ്പോഴെന്താണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് മറ്റ് സ്റ്റാഫുകളായിരിക്കും വന്ന് അത് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നത്. അപ്പൊ എന്താണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. സ്റ്റാഫുകൾക്ക് ഇന്ന സംഭവങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കണം. ട്രെയിൻ സ്റ്റാഫിന് ലീക്കേജ് റെസ്പോൺസ്. ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഓൺ ഹൗ ടു റെസ്പോണ്ട് ടു ലീക്കേജ്. ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതികരിക്കണം. ആൻഡ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. എങ്ങനെയാണ് ആ ലീക്കേജ് എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ച് ആ ഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ള ട്രെയിനിങ് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും കൊടുത്തിരിക്കണം. നമുക്കറിയാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴെന്താണ് പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നു പോവുകയും വേണം, ലീക്കേജുകൾ കൈകാര്യം ചെയ്ത് പോവുകയും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്കെല്ലാം മൊത്തത്തിൽ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിരിക്കണം. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതനുസരിച്ചിട്ട് അവർ ആപ്റ്റ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് use proper leakage containment materials. ഇതിൽ എന്താ പറയുന്നത്? Leakage containment refers to the process in which spillage or leakage of liquid or other dangerous material is kept within a packet. അതായത് നമ്മളിപ്പോ ഒരു സംഭവം സംഭവിച്ചു പോയി, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കാം അല്ലെ. എന്തെങ്കിലും ഒരു ബ്ലഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണെങ്കിലും അത് സ്പില്ല് ചെയ്ത് പോകുക, അപ്പൊ അത് നിറഞ്ഞു തളർത്തി ഒഴുകി പോവുകയാണെങ്കിൽ ആ പ്ലേസിൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ പ്ലേസ് കൊണ്ട് മാത്രം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എങ്കിൽ മാത്രമേ ബാക്കി ഭാഗത്തേക്ക് ഈ അണുക്കൾ പോകാതിരിക്കുള്ളൂ. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഇൻ വിച്ച് സ്പില്ലേജ് ഓർ ലീക്കേജ് ഓഫ് ലിക്വിഡ് ഓർ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഇസ് കെപ്റ്റ് വിത്ത് ബ്ലോക്കേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യണം. ആ വേസ്റ്റ് ഇനി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. That means spill containment actually stopping and preventing a spill from spreading. അതായത് നിലവിലുള്ള സ്പില്ലേജ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. അതായത് ഇനി അത് ഉണ്ടാവാൻ പാടില്ലാത്ത തക്ക വിധത്തിലുള്ള ശ്രദ്ധ കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, സ്പ്രെഡ് ചെയ്ത് പോകരുത്. ബ്ലോക്കേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാതെ തടഞ്ഞു നിർത്തുക. ഓക്കെ, അപ്പം അതാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും വേസ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ ബ്ലോക്ക് ചെയ്ത് മറ്റു ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ കേസ് സ്പില്ലേജ് സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് നിർത്തുക. ഇനി വീണ്ടും സ്പില്ലേജ് സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ എന്താണ്, സംഭവിച്ചിരിക്കുന്നതിൽ നിന്നും മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് of as per local regulations and hospital policies. നമുക്കറിയാം ഈ വേസ്റ്റുകൾ ഇത് അണുക്കൾ നിറഞ്ഞ വേസ്റ്റ് ആണ്. അപ്പൊ ഈ വേസ്റ്റുകൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പാഡോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്യുന്നത്. ഇനി ഈ മെറ്റീരിയൽസ്, ഈ വേസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുന്ന വസ്തുക്കൾ അത് ഡിസ്പോസ് ചെയ്യണം അല്ലെ, അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്കറിയാലേ ചില സമയങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ നദിയിലേക്ക് ഒഴുക്കി
അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പില് കൊണ്ടുവന്ന് കത്തിച്ച് നശിപ്പിച്ചു എന്നുള്ളതൊക്കെ നമ്മള് ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും, ചിലപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എന്താണ് ലോക്കൽ റെഗുലേഷൻസ് ഹോസ്പിറ്റൽസിന്റെ നയങ്ങൾ അനുസരിച്ചിട്ടും അതേമാതിരി തന്നെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പൊ ആ ഭാഗത്തെ ലൊക്കാലിറ്റിയുടെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അനുമതികൾ വേണമെങ്കിൽ മേടിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം എൻവയറമെന്റിനെ പൊല്യൂഷൻ ചിലപ്പോൾ ബാധിച്ചിരിക്കും. ചില കെമിക്കൽസും ഒക്കെ ആണ് അത് നശിപ്പിച്ച് കളയേണ്ട അവസ്ഥയാണെങ്കിൽ ആ പരിസ്ഥിതിയെ കൂടി അത് ബാധിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില പെർമിഷൻസ് ഒക്കെ മേടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നശിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിനെ പ്രോപ്പർ മാനർ കറക്റ്റ് രീതിയിലാണ് അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റലിന് കൃത്യമായ നയങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് വില്ലേജ് വേസ്റ്റ് സംഭവിച്ചാലും അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള കുറെ നിയമ നടപടികളൊക്കെ ഉണ്ടാവും. അത് പാലിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും പെർമിഷൻ ഇത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പെർമിഷനൊക്കെ ലൊക്കാലിറ്റിയിലേക്ക് വേണമെങ്കിൽ അതും കൂടി മേടിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലീക്കേജ് സംഭവിച്ചാൽ നമ്മൾ അറിയിക്കണം അല്ലെ. അത് ഇപ്പോ ഹോസ്പിറ്റലിൽ നമുക്കറിയാം നഴ്സുമാരാണെങ്കിൽ അവരുടെ ഹെഡ് നഴ്സുമാരെ ആരെങ്കിലും ഇൻഫോം ചെയ്യും ഇങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളത്. അപ്പൊ അവരെ അറിയിച്ചതിന് ശേഷം അവര് എന്താന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വരും. അതനുസരിച്ച് ചിലപ്പോ ചില വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് റെസ്പോൺസ് പ്ലാൻ ആണ് അവിടെ വന്ന് അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു രൂപരേഖയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ ആ ഒരു അറിയിക്കുക എന്നുള്ളതാണ് റെസ്പോൺസ് പ്ലാനിനെ അറിയിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഇൻഫോം ചെയ്യുക. ഹോസ്പിറ്റൽ ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ in place for responding to leakage which identify the type of spillage. അപ്പൊ അവരെന്ത് ചെയ്യും, ആ പ്ലാനിങ്ങിൽ അറിയിച്ചു കഴിഞ്ഞാൽ എന്താണ് അവര് വന്ന് എന്ത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യും. അതായത് നമുക്കറിയാം ചിലപ്പോൾ ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട വേസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ കെമിക്കൽ വേസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വേസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ എന്ത് പറഞ്ഞ ഷാർപ്പ് വസ്തുക്കൾ അതായത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കുറച്ച് എന്താ മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കും, അത് മൂലം ഉണ്ടാകുന്ന വേസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്ത് തരത്തിലുള്ള വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. then ആ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ട് എത്രത്തോളം ഭാഗത്തേക്കാണ് അത് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധയില്ല. ഇനി പിന്നെ എന്താണ് ചെയ്യുന്നത്, അത് എത്രത്തോളമാണെങ്കിൽ അത് ഇങ്ങനെ ആ ഒരു സ്പില്ലേജിനെ എങ്ങനെ വലിച്ചെടുത്ത് അവിടെ ആ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്റ്റ് മെഷർമെന്റിന് ശേഷം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ ഉപയോഗിക്കേണ്ടതുണ്ട്. ചിലപ്പോ പാഡുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അതായത് വലിച്ചെടുക്കാൻ പറ്റുന്ന അബ്സോർബ്ഡ് പാഡ്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ളത് സ്പില്ലേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരാം. ഈ പോയിന്റ് ഒന്ന് അവസാനിപ്പിക്കട്ടെ. കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളുടെയാണ് ഈ ഇതില് ഫസ്റ്റ് പ്ലാനിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ എ പ്ലേസ്. അവിടെ ഒരു പ്ലാൻ തയ്യാറാക്കണം. അതായത് ഇത് എങ്ങനെ ചെയ്ത് എന്ത് സംഭവത്തിൽ എന്ത് തരത്തിലുള്ള വേസ്റ്റ് ആണ്, ഇത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് അത് വലിച്ചെടുക്കാനായിട്ട് ഏത് എക്യുപ്മെന്റ് ഉപയോഗിക്കും, ഇത് എത്രത്തോളം ഇനി വ്യാപിക്കാനായിട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള അബ്സോർബ് പാഡുകൾ അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്തിനാണ്, ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. ഇനി സ്പില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും കൂടുതലായിട്ട്. അതായത് നമ്മള് ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ് അത് ഓവർഫ്ലോ വന്ന് അതായത് തുളുമ്പി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുമാതിരി തന്നെ ഈ ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ, നമുക്കിപ്പോ ബ്ലഡ് എടുക്കുന്നതും അതേമാതിരി തന്നെ ലിക്വിഡ്സ് ഒക്കെ നമ്മൾ
ഫ്ലൂയിഡ്സ് ഒക്കെ എടുക്കുന്നത് എന്താണ് ചെറിയ ചെറിയ പോക്കറ്റുകളിലൊക്കെ ആയിരിക്കും, ചെറിയ ചെറിയ പോക്കറ്റിലൊക്കെ ആയിരിക്കും. അത് ഓവർഫ്ലോ വന്ന് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണുക്കൾ നിറഞ്ഞ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെ ആയിരിക്കും. എന്താണ് അത് മൂലം അണുക്കള് താഴേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലേസിലാണ് വീണെങ്കിലും ആ പ്ലേസിലൊക്കെ അണുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് തുളുമ്പി പോകുന്നത് വഴി ഉണ്ടാകുന്ന വേസ്റ്റ്. ലീക്കേജ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഈ കണ്ടെയ്നേഴ്സിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ടുകൾ സംഭവിക്കുമ്പോൾ, ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ഈ കണ്ടെയ്നേഴ്സുകളിൽ അല്ലാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലും സമയത്തൊക്കെ ചെറിയ ലീക്ക് ഔട്ട് ഒക്കെ സംഭവിക്കുന്നതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ തുളുമ്പി പോകുന്നത്, ലീക്കേജ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ചോർച്ച സംഭവിക്കും. ഇനി എന്തെങ്കിലും ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഒരു ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിലേക്ക് കിടക്കാം. ാണോ ഞാൻ കിടന്നോട്ടെ? സ്പില്ലേജ് ഓക്കെ. അപ്പൊ നമ്മള് പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ആണ്. അതായത് നമ്മുടെ രക്തം, അതേമാതിരി തന്നെ ശരീരത്തിന്റെ മറ്റ് സ്രവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ലീക്കേജ്, ചെറിയ രീതിയിലുള്ള ലീക്കേജുകളൊക്കെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന അണുക്കളുടെ പ്രസരണമാണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. നമുക്ക് നോക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻ, ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് പിവോട്ടൽ. അതായത് ഇതൊരു ഇൻഫെക്ഷൻ വരാനുള്ള അല്ലെ അണുബാധ വരാനായിട്ടുള്ള സാധ്യതയുള്ളതാണ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നല്ല രീതിയിലുള്ള മാനേജ്മെന്റ്, റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്രധാന മാനേജ്മെന്റ്, നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം ഇത് ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Then body fluids has any fluid found in produced by or excreted from the human body, which includes blood, urine, feces, saliva, tears, then waste milk, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, then peritoneal fluid, bile, digestive juices, vomit and pus. നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്ത രീതിയിലുള്ള സ്രവങ്ങളാണ് ഇത്. ഓരോന്നിന്റെയും ഓരോ നമ്മൾ കാണുമ്പോ നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അല്ലെ, നമ്മൾ ചെറിയ ഇതൊക്കെ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ എല്ലാത്തിൽ നിന്നും എന്താണ് ചിലപ്പോൾ അസുഖങ്ങളുള്ള സമയത്ത് എന്താണ് അണുക്കൾ നിറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോ കണ്ണുനീരിലായാലും ഉമിനീരിലായാലും എന്ത് സ്രവത്തിലാണെങ്കിലും എന്തുണ്ടാവും അണുക്കൾ ഉണ്ടാവും. അല്ലാത്ത ടൈമിൽ ചിലപ്പോ അണുക്കളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ അണുക്കൾ എന്തായാലും രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഇതിനാണോ രോഗം ബാധിച്ചിരിക്കുന്നത് ആ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന സ്രവങ്ങൾക്ക് എന്തുണ്ടാവും, സ്രവങ്ങളിൽ അണുക്കൾ ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള സ്രവങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. A body fluids has any fluid found in produced by or excreted. Excreted എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറന്തള്ളുക. From the human body, which includes എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? രക്തം ഉണ്ടാവാം, ബ്ലഡ്, യൂറിൻ, then feces അല്ലെ നമ്മുടെ മോഷനുമായി ബന്ധപ്പെട്ടത്, സലൈവ ഉമിനീരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, then tears കണ്ണുനീര്, breast milk മുലപ്പാല്, cerebrospinal fluid അതായത് അവിടെ നമ്മളുടെ ആ ഒരു പ്ലേസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. തലച്ചോറിന് സുഷുമ്നാ നാഡിക്ക് ചുറ്റുമുള്ള ടിഷ്യൂവിൽ കാണുന്ന നിറമില്ലാത്ത ശരീരദ്രവമാണത്. then പറയുന്നത് സെമൻ, നമുക്കറിയാം ജെൻസിന് അല്ലെ അവർക്ക് വരുന്ന ഒരു കുറച്ച് പറയാം. എന്തായാലും നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചില വേർഡുകൾ മാത്രമാണ് നമുക്ക് അല്ലേ നമുക്ക് മീനിങ് ജസ്റ്റ് അറിയണം എന്നുള്ളൂ. എന്തായാലും ഫ്ലൂയിഡ്സിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാം. ശരീരത്തിലുള്ള സ്രവങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. വ്യത്യസ്ത തരത്തിലുള്ള സ്രവങ്ങളെ കുറിച്ച് ഓർത്ത് വെക്കാം. ഇനി അത് വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ. അതായത് എക്സ്ക്രീറ്റഡ് ഫ്രം ദ ഹ്യൂമൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പുറന്തള്ളുന്നത്. എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ പ്രൊഡ്യൂസ്ഡ്, ഒന്നല്ലെങ്കിൽ ബോഡിയിൽ ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നതായിട്ടുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ്സ്. അതൊക്കെ
ഓക്കെ, അത് ബ്ലഡ് ആവാം, മറ്റു തരത്തിലുള്ള സ്രവങ്ങളാവാം. ഒന്നില്ലെങ്കിൽ ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി പുറന്തള്ളപ്പെടുന്ന തരത്തിലുള്ള സ്രവങ്ങള്, അല്ലെങ്കിൽ ബ്ലഡ്, അതെല്ലാമാണ് ഫ്ലൂയിഡ്സ് ഓർ ബ്ലഡ് എന്ന് ഉള്ളില് ഉള്ളത്. ദെൻ അതെന്തൊക്കെയാണ്, വിച്ച് ഇൻക്ലൂഡ്സ്, അതില് ഉള്ളത് ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിന്, ഫീസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മോഷനുമായി ബന്ധപ്പെട്ട് വരും. നമ്മളിപ്പോ ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് കൊടുക്കേണ്ടി വരും അല്ലെ. നമ്മളെ ലാബില് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് രോഗനിർണയമൊക്കെ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ്, ലീക്കേജും സ്പില്ലേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമൂലം എന്താണ്, അണുക്കള് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അതാണ് ഓരോ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പിന്നെ ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, കണ്ണുനീര്. then ബ്രേസ്റ്റ് മിൽക്ക് നമുക്കറിയാം മുലപ്പാലല്ലേ, ചിലപ്പോ ഇതുള്ള അണുക്കൾ നിറഞ്ഞ അത് ആവാൻ ഒരിക്കലും സാധ്യതയില്ലാത്തതാണ്. പക്ഷെ ചിലപ്പോ നീർക്കെട്ടും സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അതില് അത് നിങ്ങൾ വെട്ടിക്കളഞ്ഞേരം കേട്ടോ. ടിയേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് വായിക്കാതെ വിട്ടത്. then ബ്രേസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമുക്കറിയാം, എന്തെങ്കിലും നീർക്കെട്ട് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന അണുക്കൾ നിറഞ്ഞ സ്രവങ്ങള്. then പറയുന്നത് എന്താണ്, സെമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജെൻസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ടത്. അതേമാതിരി തന്നെ വാഗ്നർ ഫ്ലൂയിഡ്, നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന സ്രവം. then അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ്സ്. then പെലൂരിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശം, അതുമായി ബന്ധപ്പെട്ട അവിടെ നമുക്കറിയാലേ, നമുക്ക് സ്രവങ്ങളൊക്കെ ഉണ്ടാകും. ആ സ്രവങ്ങൾ ചിലപ്പോഴൊക്കെ ഇൻഫെക്ഷൻ വരാനായിട്ട്, അതായത് അണുക്കൾ നിറഞ്ഞതാണ് ടൈമിലാണെങ്കിൽ അത് പ്രധാനമായിട്ടും അണുക്കളോട് കൂടിയിട്ട് സ്രവങ്ങൾ പുറന്തള്ളാനായിട്ട് സാധ്യതയുണ്ട്. അതും വേസ്റ്റ് സംഭവിക്കുമ്പോൾ അതിൽ ധാരാളം അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. then പെരിട്രോണിയൽ ഫ്ലൂയിഡ്, അത് ഇതേമാതിരി തന്നെ മാറിടത്തിൽ നിന്നും നീർവീക്കം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫ്ലൂയിഡാണ്. then ബയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തരസം. then ഡൈജസ്റ്റീവ് ജ്യൂസസ്, ദഹനരസം. then വോമിറ്റ്, എന്തെങ്കിലും ഛർദിയൊക്കെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഇതുകള്. then അതിന്റെ പഴുപ്പുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇതുകൾ അല്ലെ, നമ്മള് പഴുപ്പൊക്കെ വരുമ്പോൾ നമുക്കറിയാം ആ സ്രവങ്ങളിൽ നിന്നെല്ലാം എന്തുണ്ട്, അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തില് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതും അതായത് അതേപോലെ തന്നെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതുമായ സ്രവങ്ങളുടെ വേസ്റ്റ്, അത് മാത്രം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ വേസ്റ്റ് എന്താണ്, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഉണ്ടാവാം, ഈ വേസ്റ്റുകളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവാം. ഇനി എന്താ പറയുന്നത്, ഇനി ഇതില് ആ പോയിന്റില് പറയുന്ന പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. ഇത് എങ്ങനെ പിത്തരസം എന്നുള്ളത് കേൾക്കണം. ഓക്കെ, നമ്മള് ശരീരത്തിന്റെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ, നമ്മുടെ ഇന്റേണൽ പാർട്സിൽ വരുന്ന ഒരു ഇതാണത് പിത്തരസം. അപ്പൊ അത് അങ്ങനെയുള്ളത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും എന്താണ് എന്തെങ്കിലും ഇതുകൾ വരുന്നത്, വേസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പിത്തരസം എന്നുള്ളത് ആണ് തന്നെയാണ്. then ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുള്ളൂ, ഇത്തരത്തിലുള്ള സ്രവങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള സ്രവങ്ങൾക്ക് ലീക്കേജ്, സ്പില്ലേജ് സംഭവിക്കാം. ഈ ലീക്കേജിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അതില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു വില്ലേജിന്റെ 1-2 ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നുള്ള കാര്യം. പിവോറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് കാര്യമാണ് എന്ത് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. പെരിട്രോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് അതായത് നമുക്ക് നീർക്കെട്ടുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്രവത്തില് എന്താണ് അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നീർക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്ന സ്രവം, ഇൻ കേസ് മാറിടത്തിലാണെങ്കിൽ നീർക്കെട്ടുകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് വരുന്ന സ്രവം എന്താണ് അണുക്കൾ നിറഞ്ഞതാവാം.
ഓക്കെ, ആന്തരിക വീക്കമാണെങ്കിലും അങ്ങനെ പറയാം. ഓക്കെ, ഇനി നമ്മൾക്ക് അത് നമ്മുടെ പോയിന്റ്സിലേക്ക് പോകാം. ഓക്കെ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവാം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട്. ഇനി ഈ വേസ്റ്റുകളെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാനേജ്മെന്റ് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ കൈകാര്യം ചെയ്യുക? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, എപ്പോഴും നമ്മൾ എന്താണ് നമുക്ക് സംരക്ഷണം കിട്ടുന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ ആ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അത് ഹെൽത്ത് വർക്കേഴ്സ് ആണെങ്കിലും പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടേ മാത്രമേ പോകാവൂ. പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് PPE. അത് നിങ്ങൾ മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കാണും. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് ഇതിന്റെ PPEയുടെ സ്റ്റാൻസ് അതില് പറയുന്നത്. such as the gloves, gowns and face shields before approaching the spillage to prevent contact with the liquid. നിങ്ങൾ വേറെ ഒന്നും ഓർക്കണം എന്നില്ല. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകര് അവര് അതിൻ്റെതായ ഡ്രസ്സുകൾ ധരിച്ചിട്ടാണ് അല്ലെ, ഷീൽഡും മാസ്കും ഗൗണും ഗ്ലൗസും എല്ലാം ധരിച്ചിട്ടാണ് വ്യക്തികളെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് വന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് അണുക്കൾ ഉണ്ടാവാനായിട്ട് അവരുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൾ എടുക്കും. അത് തന്നെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ പറയുന്നത്. ഗ്ലൗസുകള്, ഗൗണ് ആൻഡ് ഫേസ് ഷീൽഡ് ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. ഇത്തരത്തിലുള്ള വേസ്റ്റുമായി ബന്ധപ്പെട്ട ലിക്വിഡിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടി മുമ്പ് തന്നെ അവരുടെ ഹെൽത്തിനെ, ആരോഗ്യ പ്രവർത്തകരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അവർ ധരിച്ചിട്ടുണ്ടായിരിക്കണം. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്? ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്സ്, അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ട് മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ? ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, കണ്ടെയ്ൻ ദ സ്പില്ല്. നമ്മൾ പറഞ്ഞായിരുന്നു, റെസ്പോൺസ് പ്ലാനിൽ പറഞ്ഞായിരുന്നു എന്താണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആ ഭാഗത്തേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറഞ്ഞായിരുന്നു. എന്താന്ന് നോക്കാം. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് such as paper towels or absorbent pads contain the spill and stop it from spreading. അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം അതിലെ അണുക്കളെ വെച്ചിരിക്കാൻ പറ്റുന്ന മതിയായ രീതിയിലുള്ള അബ്സോർബ് മെറ്റീരിയൽസ് അവിടെ യൂസ് ചെയ്യണം. അത്തരത്തിലുള്ള അണുക്കളെ വനച്ച് ആഗിരണം ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം. സജാസ് ചിലപ്പോൾ അത് പേപ്പറുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. കേസ് ടവൽ ഉപയോഗിച്ച് അണുക്കളെ വലിച്ചെടുക്കാൻ തുളച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ്സ് ഏതെങ്കിലും രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡ്സ് ഉപയോഗിച്ചിട്ടും ആ ഭാഗത്തെ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാം. ഇനി put them in a bag or contain the spill and stop it from spreading. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്പില്ലേജ് അവിടെ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റ് പ്ലേസിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. സ്റ്റോപ്പ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ടു ഡിസ്പോസ് ഓഫ് ദ മെറ്റീരിയൽസ് put them in a bag or container marked biohazard. If there any glass piece present, more precautions should be taken. അപ്പൊ നമ്മളിപ്പോ ബയോഹസാർഡ് വേസ്റ്റിന്റെ ലേബൽ ചെയ്തിരിക്കുന്ന സംഭവത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്പോസ് ചെയ്യണം. നമ്മളിപ്പോ ഇവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം, മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ എവിടെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറയുന്നത് ബയോഹസാർഡ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നില് നിക്ഷേപിക്കണം. ഇഫ് ദർ ഈസ് എനി ഗ്ലാസ് പീസ് പ്രസന്റ്, ഇൻ കേസ് അവിടെ ഇപ്പോ ലീക്ക് ഔട്ട് സംഭവിച്ച് ചിലപ്പോൾ ഗ്ലാസ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ മോർ പ്രിക്കോഷൻസ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രിക്കോഷൻസ് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് പൊട്ടി, ഒരു ചില്ലി ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഇത്തിരി കൂടിയും കെയർഫുൾ ആയിരിക്കും അല്ലെ. ഒരു വെള്ളം പോയി കഴിഞ്ഞാൽ ചിലപ്പോ വെള്ളം മാത്രമേ, ഗ്ലാസ് മറിഞ്ഞ് വെള്ളം പോവുകയാണെങ്കിൽ എന്താണ്, നമ്മൾ മറ്റാരെയും ബ്ലോക്ക് ഒന്നും ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും അബ്സോർബന്റ് ആയിട്ടുള്ള തുണികളോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് തുറച്ച് വൃത്തിയാക്കും. അതേസമയം ഗ്ലാസ് പൊട്ടുകയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മള് മറ്റാരെയും ആ ഭാഗത്തേക്ക് കടത്തി വിടൂല അല്ലെ, ചില്ലുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ആരെയും കടത്തി വിടില്ല. അത് ആദ്യം തന്നെ മാറ്റിയതിനു ശേഷമാണ് തുടച്ച് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഫ്ലൂയിഡ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഇതുകളാണ് ചില്ലുകൾ നിറഞ്ഞ സംഭവങ്ങൾ കൂടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് പ്രിക്കോഷൻസ് കൂടി എടുക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ്ലി നമ്മൾ എന്ത് പറഞ്ഞു, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അണുക്കള് ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടാണ് ആ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പോകേണ്ടത്. ദെൻ കണ്ടെയ്ൻ ദ സ്പില്ലിൽ എന്താണ് അവിടെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക, മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറഞ്ഞത്, ആ ഉപയോഗിച്ചിരിക്കുന്ന ആ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് എന്താണ് ലേബൽ ബയോ ഹസാർഡ് വേസ്റ്റിന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കുക. ഇൻ കേസ് അവിടെ ഏതെങ്കിലും ഗ്ലാസ് പീസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് കൂടി എടുക്കുക എന്നത്, മുൻകരുതലും കൂടി എടുക്കുക എന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. എന്താണ് നമ്മൾ അണുവിമുക്തമാക്കുക, ആ ഏരിയ അണുവിമുക്തമാക്കുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. And adequate elevation of both the gram-positive and gram-negative bacteria use a 1% hydrochloride solution in case of a blood and body fluids samples. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ അതിൻ്റെതായ പോളിസികൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ. ആ നയങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ എന്താണ് ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റ് സംഭവിച്ചിരിക്കുന്ന ആ പ്ലേസ് അത് എങ്ങനെയാണ് അണുവിമുക്തമാക്കാന്ന് അവരുടെ സൊല്യൂഷൻസിൽ അതില് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൽ പ്രത്യേകം പറയുന്നത്. എന്താണ്, ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ യൂസ് 1% ഹൈപ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ കേസ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സാമ്പിൾ. കേസ് അവരുടെ ആ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര പെർസെന്റേജ് ഹൈപ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച്, അത്തരത്തിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അണുക്കളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. ആ സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ ആ ഒരു കണ്ടന്റിൽ എത്രത്തോളമാണ് കണ്ടന്റ് പറഞ്ഞിരിക്കുന്നത് ആ കണ്ടന്റ് അനുസരിച്ച് തന്നെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്തെടുക്കുക. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട്. യൂസ് എ ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻ ടു ക്ലീൻ the affected area completely. Use ART solution, example chlorine releasing agents. Await manufacturer's directive for the proper concentration and contact time of the disinfectant. അതായത് ചിലപ്പോൾ ചില കാര്യം നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു പാക്ക് മേടിക്കുമ്പോൾ എന്താണ് ആ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്ന മാനുഫാക്ചേഴ്സ് പറയും ഇത് ഇത്ര സമയം ഈ സൊല്യൂഷൻ ഉപയോഗിക്കാം, അപ്പൊ ഇന്ന സമയം കൊണ്ട് ഈ അണുക്കൾ നശിപ്പിക്കും, അതിനുശേഷം നിങ്ങൾ അത് ക്ലീൻ ചെയ്തെടുക്കാന്നൊക്കെ പറയും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യൂസ് എ ഡിസ്ഇൻഫെക്ഷൻ സൊല്യൂഷൻ ടു ക്ലീൻസ് ദ അഫക്റ്റഡ് ഏരിയ. ചിലപ്പോ ഇങ്ങനെ അണുനാശിനികൾ ഉപയോഗിക്കാം ആ ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസ് ആർട്ട് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എന്താണെന്നുള്ളത് അനുസരിച്ചിട്ട് അത് ഉപയോഗിക്കുക. എക്സാമ്പിൾ ക്ലോറിൻ റിലീസിങ് ഏജൻസ്, അത് ക്ലോറിൻ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ അണുക്കളെ നശിപ്പിക്കുന്നത് എങ്കിൽ അബൈഡ് ബൈ ദ മാനുഫാക്ചർ ഡയറക്ഷൻ. മാനുഫാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകര് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ ഫോർ ദ പ്രോപ്പർ കൺസിഡറേഷൻ ആൻഡ് കോണ്ടാക്ട് ടൈം വിത്ത് ഡിസ്ഇൻഫെക്റ്റ്. എത്രത്തോളം സമയത്ത് എത്രത്തോളം അല്ലെ ഇത്രയും സ്പ്രെഡിങ് ആണ്. ഓക്കെ, എപ്പേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫോളോ ചെയ്യുക അതിനെ. എപ്പേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മള് ഇത് ചെയ്യുക എന്നുള്ളത്, മാനുഫാക്ചറിനെ മനസ്സിലാക്കുക, മാനുഫാക്ചർ പറയുന്നതിന് അനുസരിക്കുക എന്നുള്ളത്. Abide by the manufacturer directive for the proper concentration and contact time of the disinfectant. അതായത് അവര് പറയുന്നതിന് തന്നെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് തന്നെ എന്താണ് എത്രത്തോളം സൊല്യൂഷൻ അവിടെ ഉപയോഗിക്കാം, അത് എത്ര സമയം ഉപയോഗിക്കണം, എത്രത്തോളമാണ് സ്പില്ലേജ് സംഭവിക്കണമെങ്കിൽ ഇത്രത്തോളം സൊല്യൂഷൻ ഉപയോഗിക്കാം എന്നുള്ളത് അവർ പറയുന്നുണ്ടാവും. ആ സൊല്യൂഷൻ അവിടെ ഉപയോഗിച്ച് എത്ര സമയം കൊണ്ടാണ് ഈ അണുക്കൾ നശിപ്പിക്കപ്പെടുക അത്രയും സമയം അവിടെ അത് ഉപയോഗിച്ച് അതിനുശേഷം എന്താണ് അണുമുക്തമാക്കുന്ന ഒരു രീതിയാണ്, അത് തുളച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ ഡിസ്ഇൻഫെക്റ്റഡ് ഏരിയയില് പറയുന്നത്. ഓക്കെ, ചിലപ്പോ നമ്മൾ ഇന്ന സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്ര പെർസെന്റേജ് സൊല്യൂഷൻസ് ഉപയോഗിക്കണം എന്നുള്ളത് ഹോസ്പിറ്റലുകാർക്ക് നേരത്തെ ഒരു പോളിസികൾ ഉണ്ടായിരിക്കും, അത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് ഇവർ ഉപയോഗിക്കുന്ന
വസ്തുക്കളുടെ സൊല്യൂഷൻ പാക്കേജിന്റെ ഒപ്പം തന്നെ മാനുഫാക്ചറിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. എന്താണ് മോസ്റ്റ്ലി ഉദ്ദേശിക്കുന്നത്? ആ ഭാഗം അണുവിമുക്തമാക്കുക. അത് അലിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അനുവദിക്കുക. അങ്ങനെ an adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution. ഇപ്പൊ നമ്മൾ പറയില്ലേ ഇത്രയും സാധനം അത് മറ്റു കുറച്ച് ഭാഗം കൂടിയും കൂട്ടി നിങ്ങൾക്ക് ഇതിലൊക്കെ പറയില്ലേ കെമിസ്ട്രിയും സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ഇത് ഈ സൊല്യൂഷനും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അത് ഇത്ര സമയം വെച്ചിട്ട് അണുക്കൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത്ര സമയം അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കാമോ അത്ര സമയം തന്നെ അത് വിമുക്തമാക്കുക എന്നുള്ളത് പറയില്ല. ആ ഒരു പെർസെന്റേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ എന്തായാലും വ്യക്തികൾക്ക് ഓരോ സ്റ്റാഫുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല, അവർക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. ഇങ്ങനെ ഇന്ന സ്പില്ലേജുകൾ സംഭവിച്ച ഈ ഭാഗം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്. മിക്ക ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോയിന്റ്സ് വരുന്നുണ്ട്. ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞു പോയ ഒരു ഭാഗമാണ്. Adequate elevation both gram-positive gaiഡ് by the manufacturer അനുസരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതുകള് അവര് പറയുന്ന കണ്ടന്റിനനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ്? then the area should be made clean using water and general. അതിന്റെ പോയിന്റ്സുകൾ വായിച്ച് എന്തായാലും ഒറ്റ പ്രാവശ്യത്തിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ 1-2 സ്പില്ലേജ് ഇങ്ങനെ ഇരുത്തി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. then നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇത് പറഞ്ഞത് തന്നെയാണ്. അതായത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അപ്പോ അടുത്ത പോയിന്റിലേക്ക് നോക്കുക. then the area should be made clean using water and general purpose detergent allowed to air dry. അതായത് നമ്മളിപ്പോ ആദ്യം കണ്ടു ഏത് ബേസ് ആണെന്ന് കണ്ടുപിടിച്ചു, അത് എന്താണ് സ്പില്ലേജ് ബേസ് എന്ന് കണ്ടുപിടിച്ചു, അതെങ്ങനെയാണ് പ്രോപ്പർ എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് അവിടെ വന്ന് ക്ലീൻ ചെയ്തു, എത്രത്തോളം അബ്സോർബ് ചെയ്യുന്ന പാഡ്സ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു, അത് കൃത്യമായ സ്ഥലത്ത് തന്നെ ഡിസ്പോസ് ചെയ്തു, അതായത് വേസ്റ്റ് ബിന്നിലൊക്കെ നിക്ഷേപിച്ചു. then എന്താണ് ആ ഭാഗങ്ങൾ വീണിരിക്കുന്ന ഭാഗമൊക്കെ ഡിസ്ഇൻഫെക്ട് ഏരിയ ആക്കി മാറ്റി അണുവിമുക്തമാക്കി മാറ്റി. പിന്നെ എന്താണ് അത് നമുക്ക് സാധാരണ യൂസേജിന് വേണ്ടുന്ന തരത്തിൽ ഉപയോഗപ്രദമാക്കണം അല്ലെ. അപ്പൊ അതെന്താ ഏരിയ ഷുഡ് ബി മെയ്ഡ് ക്ലീൻ യൂസിങ് വാട്ടർ ഉപയോഗിച്ച് സാധാരണ നമ്മുടെ വെള്ളം ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തു. അത് ഓരോ സ്പില്ലേജ് വേസ്റ്റ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതിന് ആനുപാതികമായിട്ട് എത്രത്തോളം സൊല്യൂഷൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിന്റെ നിർദ്ദേശത്തിലുണ്ടാവും, അത് പോളിസി നയങ്ങളിൽ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവിടെ നടത്തിയത്. അതായത് ഒരു ഏത് ഭാഗമാണെന്ന് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടല്ലേ ഇത്രയും പെർസെന്റേജ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ. അപ്പൊ അതാണ് അതില് വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത്. മാനുഫാക്ചറിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അവര് പറയുന്നത് അനുസരിച്ച് എത്രത്തോളം സമയം അവിടെ ഉപയോഗിക്കാം എന്നുള്ളത് ഓക്കെ, പക്ഷെ എത്രത്തോളം സൊല്യൂഷൻ ഉപയോഗിക്കണം എന്നുള്ള കാര്യം, എത്രത്തോളം അണുബാധയാണ്, എത്രത്തോളം സ്പില്ലേജ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് എന്താണ് അവരുടെ പോളിസി ക്രമത്തില് വ്യക്തമായിട്ട് ചില ഹോസ്പിറ്റലുകാര് ചില സൊല്യൂഷൻസേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതുകളിലൊക്കെ അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓരോ ഹോസ്പിറ്റലിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. ആ ചില സൊല്യൂഷൻസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്, മറ്റു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വേറെ രീതിയിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് അവരുപയോഗിക്കുന്ന ആ ഒരു പോളിസി അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന സൊല്യൂഷൻസ് ഒക്കെ അവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിരിക്കും. അത് എങ്ങനെയൊക്കെയാണ് ചെയ്തു പോകേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇങ്ങനെയൊക്കെ അണുവിമുക്തമാക്കിയതിനു ശേഷം എന്താണ് ആ ഭാഗം ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾക്ക്
സാധാരണ രീതിയിൽ ഡിറ്റർജന്റ് വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള അണുമുക്തമാക്കുന്ന സംഭവങ്ങളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് അല്ലെ, അത് അവർക്ക് നയങ്ങളിൽ പെടുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ വില്ലേജ് വേസ്റ്റ് സംഭവിക്കാം. അതൊക്കെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി എന്താണ്, the area should be made clean using water and general purpose detergent allowed to air dry. അതിനുശേഷം അവിടെ തുളച്ച് ക്ലീൻ ചെയ്ത് ഉണക്കി സാധാരണ രീതിയിൽ ഉപയോഗപ്രദമാക്കാം എന്നാണ് പറയുന്നത്. Then get rid of waste. ഇതിൽ പറയുന്നത് എന്താണ്, all materials എന്താണ് that comes to touch with the blood and body fluids still should be discarded as a dangerous waste in a labeled biohazard bags or containers. അതായത് നമ്മൾ എന്തായാലും ഇനി അണുമുക്തമാക്കി, അതല്ലേ കൂടുതലും മുക്തമാക്കുക എന്നാണ്. ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിനെ മുഴുവനും മുക്തമാക്കുക. ഓൾ ദ മെറ്റീരിയൽസ് ദാറ്റ് കംസ് ഇൻ ടച്ച് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പിൽ ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. അതായത് അവിടെ ആ വേസ്റ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും, അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിൽ കൂടിയും അത്തരത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന എല്ലാ വസ്തുക്കളും എവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്ന് പറയുന്നത് ബയോഹസാർഡ് ബാഗ്, അതായത് അപകടകരമായ ബയോഹസാർഡ് ലേബൽ ചെയ്തിരിക്കുന്ന ഒരു ബാഗില്, നമ്മൾക്ക് ജൈവ അപകടം എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് വിമുക്തമാക്കണം. ഫുള്ളായിട്ട് ആ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതാണ്. നമുക്ക് ആ പ്ലേസ് ഓക്കെയായി. ഇനി ആ ഭാഗത്ത് അണുക്കൾ നിറഞ്ഞ ആ മെറ്റീരിയൽസിനെ നമുക്ക് നശിപ്പിക്കേണ്ടതുണ്ട്. അത് അപ്പൊ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? ആ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസ്, എല്ലാ തരത്തിലുള്ള ഉപയോഗപ്രദമാക്കിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും എന്താണ് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബോക്സിലോ ബാഗിലോ എവിടെയാണോ അത് ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇതിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Then next, hand hygiene should be done. അതായത് നമ്മള് ശുദ്ധീകരിക്കുക അല്ലെ, നമ്മള് ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചു പോയി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിനു ശേഷം എന്താണ് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ആള് അത്രയും ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. അവര് കൈ വാഷൊക്കെ ചെയ്ത് നെക്സ്റ്റ് അത് സാധാരണ രീതിയിലേക്ക് ആവുക എന്നുള്ളതാണ്. Then soft furnishing may be damaged by a disinfectant product such as sodium hypochlorite. It is suggested that polluted soft furnishing and carpets are unable to endure chemical disinfection should be made clean. Use hot water and detergent or steam is cleaned. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹോസ്പിറ്റലുകാർക്ക് ചില പോളിസികൾ ഉണ്ടാവും അല്ലെ, അവർക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അവർ അനുവദിച്ചേക്കുള്ളൂ. ചില പ്ലേസിൽ സാധനങ്ങളിലൊക്കെയാണ് മുക്തമാക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഇൻ കേസ് സോഫ്റ്റ് ഫർണിഷിംഗ് അങ്ങനെയുള്ള ഡാമേജ് സംഭവങ്ങളിലൊക്കെ ആണെങ്കിൽ അതെന്താണ് സോഡിയം ഹൈഡ്രോക്ലോറേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യും. ഇൻ കേസ് ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് പൊള്യൂട്ടഡ് സോഫ്റ്റ് പിന്നെ ഫർണിഷിംഗ് ആൻഡ് കാർപ്പറ്റ്സ്, ഇപ്പൊ കാർപ്പറ്റിലൊക്കെയാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളിലൊക്കെയാണ് ഇത് ലിക്വിഡ്സ് അല്ലെങ്കിൽ ഈ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെ വേസ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ എന്താണ് അവർക്കത് ഈ സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് ചിലപ്പോൾ അതോടുകൂടി അത് വേസ്റ്റ് ആയിട്ട് പോകും ആ മെറ്റീരിയൽസ്. പക്ഷെ അണുമുക്തമാക്കുകയും വേണം. അപ്പൊ എന്താ ചെയ്യുക അവരെ ചെയ്യുന്നത് കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഷുഡ് ബി മെയ്ഡ് ക്ലീൻ യൂസ് ഹോട്ട് വാട്ടർ. അവരെന്താ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഹോട്ട് വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. ആൻഡ് ഡിറ്റർജന്റ് ഓർ സ്റ്റീം ക്ലീൻ, അതിനുശേഷം ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. അതിനുശേഷം എന്താണ് ക്ലീൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതെല്ലാം കൊടുത്ത് ഉണക്കി അത് സൂക്ഷിക്കും എന്നുള്ളതാണ്. അണുക്കളെ നശിപ്പിക്കാനായിട്ട് പല ടെക്നിക്കുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ സൊല്യൂഷൻസ് ഉപയോഗിക്കാം. ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന അനീതിസും സിസ്റ്റേഴ്സും ഒക്കെ ആണെങ്കിൽ എന്താണ് അത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും അതിനെ അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്.
പ്ലേസുകളാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന പ്ലേസുകളാണെങ്കിൽ ഇന്ന സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇൻ കേസ് അല്ലാത്ത സംഭവങ്ങളാണ് അല്ലെ, കാർപ്പറ്റും ഫർണിച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് നല്ല ഹോട്ട് വാട്ടർ ഒക്കെ ഉപയോഗിച്ച് അണുക്കളൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്ത് പിന്നെ എന്താണ് ആവിയൊക്കെ കൊടുത്തോ എന്തെങ്കിലും രീതിയിൽ അണുക്കളൊക്കെ നശിപ്പിച്ചു എന്ന രീതിയിൽ, അതായത് നശിപ്പിച്ച് കളയേണ്ടതാണ്. അപ്പൊ നശിപ്പിച്ച് തക്ക വിധത്തിൽ അണുക്കളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രോസസ് ഒക്കെ ചെയ്ത് അണുക്കളേക്ക് നശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സാധാരണ വാട്ടർ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത്. ഓക്കെ, ചില വേസ്റ്റുകളൊക്കെ നമുക്കറിയാം ഒരു തരത്തിലും നമുക്ക് ആ ഭാഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്തായാലും മറ്റു വസ്തുക്കളൊക്കെ അത് ചിലപ്പോൾ അങ്ങനെയുമായി തന്നെ എന്താണ് ചില സ്റ്റാർട്ട് വേസ്റ്റ് എന്നുള്ള അപകടകരമായ വേസ്റ്റ് എന്നുള്ള ഈ ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അത് ചില വേസ്റ്റുകളിലൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ബയോഹസാർഡ് വേസ്റ്റിൽ ഇത് നിക്ഷേപിക്കാം ഈ മെറ്റീരിയൽസ് ഒക്കെ. അല്ലാതെ ഇത്തരത്തിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസുകളൊക്കെയാണ്, വീണ്ടും അത് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്ത തരത്തിലുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് അതിൻ്റെതായ പോളിസികളുണ്ട്. ആ രീതി ഉപയോഗിച്ചിട്ട് തന്നെ അത് അണുവിമുക്തമാക്കുക. ചിലപ്പോഴൊക്കെ എന്താണ് ഹോട്ട് വാട്ടർ ഒക്കെ ഉപയോഗിച്ച് അണുക്കളെ നശിപ്പിച്ച് കളഞ്ഞ് ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അതിനുശേഷം സാധാരണ വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു എന്താണ് എടുത്തത്. എന്തായാലും നെക്സ്റ്റ് ഇതാകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ചിലപ്പോൾ സാധിക്കും. എന്താണ് വില്ലേജ് വേസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പലതരത്തിലുള്ള വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ വരാം. അങ്ങനെയുള്ള വേസ്റ്റുകൾ വരുമ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല എങ്കിൽ അണുക്കൾ വഴി രോഗാവസ്ഥകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിന് അതിൻ്റെതായ ഒരു പോളിസിയും കാര്യങ്ങളും ഉണ്ടാവും. ആ പോളിസിയിലെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ചില സ്ഥലത്തൊക്കെ സൊല്യൂഷൻസ് ഉപയോഗിച്ച് തന്നെ അണുക്കൾ നശിപ്പിക്കുന്നുണ്ടാവും. ചില പ്ലേസുകളിലൊക്കെ ഇങ്ങനെയുള്ള രീതികളും ഉപയോഗിക്കുന്നുണ്ടാവും. അതനുസരിച്ച് തന്നെ അത് പ്രധാനമായിട്ടും അണുക്കളെ നശിപ്പിച്ച് ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ഞാൻ ആദ്യത്തെ വില്ലേജ് വേസ്റ്റ് ആണ് ഇത്ര ടൈം എടുത്ത് പോയത്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് തുടങ്ങി പിന്നെ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അപ്പോ എന്തായാലും വായിച്ചു നോക്കണം. കാരണം ഇതൊരു പുതിയൊരു ഇതാണ് അല്ലെ. നമ്മൾ എപ്പോഴും കേട്ട് ചിലപ്പോ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇങ്ങനെ കുറെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ മറ്റു വ്യക്തികൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എളുപ്പം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ല, കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ വില്ലേജ് വേസ്റ്റും ആണ് അടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ചോദിക്കാട്ടോ. ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഒന്നും ചോദിക്കാനില്ല. എന്തെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഏതെങ്കിലും ഭാഗം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങള് എന്താ മനസ്സിലാക്കി വെക്കുക എന്താണ് വില്ലേജ് എന്നുള്ള കാര്യമൊക്കെ. നിങ്ങൾ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. വ്യത്യസ്ത തരത്തിലുള്ള വില്ലേജ് വേസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകുമ്പോൾ ഏത് രീതിയിലുള്ള എന്തായാലും മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അത് ബേസ് ചെയ്തൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ്. മിക്കവാറും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ മോക്ക് ടെസ്റ്റിൽ ഇടുന്നത്. കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങളത് നോക്കുക. ആ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ എല്ലാം മനസ്സിലാക്കി പോകണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഷോർട്ട് ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അതും എന്തായാലും കൃത്യമായിട്ട് നോക്കി പോകണം.
ഇതൊക്കെ ചിലപ്പോ ആണെങ്കിൽ റയറായിട്ടൊക്കെ ചോദിക്കാം. അതേസമയം ഇങ്ങനെ സൊല്യൂഷൻ എത്ര പെർസെന്റേജിലൊന്നും ഒരിക്കലും ചോദിക്കില്ല. കാരണം അതും ഓരോ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അത് എത്രത്തോളം പ്ലേസിലാണ് സംഭവിച്ചിരിക്കുന്നതും അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാരും മനസ്സിലാക്കി വെക്കുക, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.